എടി ബിൽസി, നീ ഞാനില്ലാതെ അങ്ങ് കല്യാണം കഴിക്കുമോ അല്ലേ? എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നിൻ്റെ കല്യാണം കൂടണമെന്ന്. ഇനിയിപ്പോൾ പോട്ടെ. അങ്ങനെയെങ്കിലും ജിൻസൻ്റെ കരച്ചിലൊന്ന് കഴിയുമല്ലോ. ചേച്ചി ലീവായോ, ചേച്ചി ലീവ് എന്നാവുന്നേ എന്നും വിളിക്കുമ്പോൾ അങ്ങോട്ട് ചോദ്യമായിരുന്നു ഇതെല്ലാം. പിന്നെ എടി, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നിന്നെ കാണാനായിട്ട് ഞാൻ വല്യമ്മയുടെ കൂടെ നീ ഉണ്ടായി കിടന്നപ്പോഴത്തേനും മെഡിക്കൽ കോളേജിൽ വന്നതൊക്കെ. നീ ഇത്ര പെട്ടെന്ന് അങ്ങ് കല്യാണം കഴിക്കാനും മാത്രം വലുതാവുമോ എന്ന് ഓർത്തില്ലോടി. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ എ ഹാപ്പി മാരീഡ് ലൈഫ്. നീ സൂക്ഷിച്ചിരുന്നോ. ചാക്കോ ആണെങ്കിൽ അവിടെ ബഹളം വെക്കുന്നുണ്ട്, എനിക്ക് കുഞ്ഞാൻ്റെ കല്യാണം കൂടണേന്ന്. പാവം, അതിനും എല്ലാം പറഞ്ഞാൽ മനസ്സിലാവുമോ ക്വാറൻറ്റൈനാന്നും കൊറോണയാന്നൊക്കെ. ഒത്തു കല്യാണമെങ്കിലും കൂടണം എന്ന് അതിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരപ്പോഴത്തേനും ഒരു കൊറോണ. പിന്നെ വേറെ എന്നാ, എന്തിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പം രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ചക്കരുമ്മ. 9-ാം തീയതി വിവാഹിതയാകുന്ന ബിൽസി മോൾക്ക് എല്ലാവിധ മംഗളങ്ങളും നന്മകളും നേരുന്നു. ഒപ്പം സമാധാനപൂർണമായ ഒരു കുടുംബജീവിതം നയിക്കുന്നതിന്, ഐശ്വര്യപൂർണമായ സ്നേഹപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിന് ബിൽസി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെല്യാൻറ്റിയുടെ ചക്കര ഉമ്മയോടുകൂടി മംഗളങ്ങൾ. നവംബർ 9-ന് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ ബിൽസി മോൾക്ക് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. അതോടൊപ്പം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വിശ്വസ്തയോടെ ചെയ്യാനും മരണം വരെ അതിൽ നിലനിന്ന് പോകാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ, ആനി ആൻറ്റി. കൊച്ചുമോളെ, സുഖമാണോ? ഒരുക്കങ്ങളൊക്കെ ഒരുമാതിരിയായോ? ഷെറിനെ വീട്ടിലാക്കിയിട്ട് നീ മംഗലഗിരിക്ക് പോവുകയാണല്ലേ? നല്ല സ്ഥലമാണ് കേട്ടോ. ആൻറ്റി എന്നും പ്രാർത്ഥിച്ചോണം, മിടുക്കിയായിട്ട് ജീവിച്ചോണം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കൊച്ചുമോക്കും ജിൻസിനും ആൻറ്റിയുടെ എല്ലാവിധ പ്രാർത്ഥനാശംസകൾ. ജിൻസിൻ്റെയും കല്യാണത്തിൻ്റെ എല്ലാവർക്കും മംഗളാശംസകളും നേർന്നുകൊള്ളുന്നു. ഹായ് ബിൽസി മോളെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജിൻസനും ബിൽസി മോൾക്കും വല്യപ്പയുടെയും വല്യമ്മയുടെയും വിവാഹ മംഗളാശംസകൾ. ബെസ്റ്റ് വിഷസ്. നമ്മുടെ കുന്നത്തേട്ട് കുടുംബത്തിലെ ഏറ്റവും ഇളയ സഹോദരിയായ ബിൽസി മോൾക്ക് വിവാഹത്തിന്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഹായ്, അടുത്തയാഴ്ച വിവാഹം നടക്കുവാനിരിക്കുന്ന ബിൽസി മോൾക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഇത്രയും നാളും കാത്തിരുന്ന് കല്യാണം ഉറപ്പീരും കഴിഞ്ഞ് എല്ലാവർക്കും കൊറോണയും മാറി കല്യാണം എല്ലാവരും കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ബിൽസിമോൾക്കും ജിൻസനും ഞങ്ങളുടെ എല്ലാവരെയും മംഗളാശംസകൾ പറയുകയാണ്. എന്നാലും എല്ലാവർക്കും കൂടാൻ പറ്റുമല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പം ഉള്ള ആൾക്കാരെ വെച്ച് കല്യാണം അങ്ങോട്ട് ഭംഗിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ എല്ലാവിധ മംഗളാശംസകളും നേർന്നു. ഞങ്ങൾക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ പ്രിയ ബിൽസിമോൾക്കും അവളുടെ പ്രതിസുത വരനും ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. ഹായ്, ഹാപ്പി മാരീഡ് ലൈഫ് ബിൽസി മോളെ. ബെസ്റ്റ് ഓഫ് ലക്ക്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ബിൽസി മോൾക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഞങ്ങളുടെ കുടുംബത്തിന്റെ വക നേരുന്നു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. ബൈ. ഹായ് ബിൽസി മോളെ. ഹായ് ബിൽസി മോളെ. അങ്ങനെ നീണ്ടൊരു കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബിൽസി മോളുടെ കല്യാണം ഇങ്ങടുത്തെത്തിയിരിക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ബിൽസി മോൾക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ ഭാവി ജീവിതം വളരെ സന്തോഷപൂർണ്ണമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ് ബിൽസി മോളെ. ഹായ് ബിൽസി, കൺഗ്രാറ്റുലേഷൻസ്. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഹലോ ബിൽസി, ഞങ്ങളുടെ എല്ലാവരുടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. വിഷ് യു മാരീഡ് ഹാപ്പി ലൈഫ്.
വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ ബിൽസി മോൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള വിവാഹ മംഗളാശംസകൾ. എടി കള്ളി ബിൽസി മോളെ, നീ ഞങ്ങളെല്ലാരെയും കൂട്ടി കുട്ടപ്പന് മുമ്പ് കല്യാണം കഴിക്കാൻ ഇരുന്നല്ലേ, എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ആരുമില്ലാതെ നീ കല്യാണം കഴിക്കും അല്ലേ? എടി ബിൽസിമോളെ, നീ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണേ. ബിൽസിമോൾക്കും ജിൻസിനും ഞങ്ങളുടെ എല്ലാവിധ വിവാഹാശംസകളും നേരുന്നു. Wish you a happy married life. എടി ബിൽസിമോളെ, നിനക്ക് ഈ ജെഫിൻ ചേട്ടയുടെ എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേർന്നുകൊള്ളുന്നു. ഗോഡ് ബ്ലസ് യു. കുട്ടൻ ചേട്ടായുടെ കല്യാണം കഴിഞ്ഞു. ഇത് ചേച്ചു ഞങ്ങളെ വിളിക്കാതെ കല്യാണം കഴിക്കുക. ഈ കയ്യിലിട്ട് വളർത്തിയത്, എന്നിട്ട് ഞങ്ങളെല്ലാതെ കല്യാണം കഴിക്കുക. അറിഞ്ഞില്ല, നെടുമുടി വീണു, അറിഞ്ഞില്ല. എന്തായാലും കുട്ടൻചേട്ടയുടെ പട്ടിൽ എഴുതിയിട്ടുണ്ട് ട്രീറ്റ്. അടുത്ത ചേച്ചിയുടെയും ചെലവ് ഞങ്ങൾക്ക് വേണം കേട്ടോ. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് തന്നാ മതിയേ. അപ്പൊ വിവാഹ ആശംസകൾ മംഗളം. അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഹായ് ബിൽസിമോളെ, ജിൻസാ. ഇപ്പം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ അനിയത്തിക്കും അനിയനും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ദൈവാനുഗ്രഹവും സന്തോഷവും നിറഞ്ഞൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അവർക്ക് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാടാറ് ടീമാണ്. ബാക്കി വന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്തൂടെ? ബാക്കി വന്നാലല്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞങ്ങളിവിടെ ഇറച്ചി മീനൊന്നും വയ്ക്കാറില്ല. കാരണം ഞാനും ഒന്നും കഴിക്കാറില്ല. ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല. പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേയിരിക്കും. അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. ആ കുട്ടിയെ കണ്ടുപിടിക്ക്. ഇപ്പൊ തന്നെ 3 എണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. അമ്മായി, ഈ പാൽ കഞ്ഞി കുടിച്ച വെളുക്കുവോ? വെളുക്കൂടാ, വെളുക്കും. ഈ കുടുപ്പാണ് കുടുംബം വെളുക്കും. മക്കളെ, മാമനോടും തോന്നല്ലേ? എവിടെ എത്തണ്ടേ? നവംബർ 2-ാം തീയതി ഒത്തുകല്യാണായിരിക്കും. 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക്. മാനാനത്ത് ചാർച്ചിന്റെ പേരറിയില്ലേ? ഒത്തുകല്യാണം. അത് കഴിഞ്ഞ് ജിൻസൺ മാത്യുവിന്റെ അത് ഇനി റിസപ്ഷൻ. അതെവിടെയാ? പള്ളി തന്നെയാണോ? അല്ല, ഹോട്ടലിന്റെ ജോയ്സ്. ഞങ്ങൾ ഹോട്ടൽ മാറി വരും കേട്ടോ, കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരണം. ജോയ്സ് ഹോട്ടലിൽ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് വണ്ടി ഉണ്ടോ അതോ? നിനക്ക് ഡാൻസ് അറിയോ? ഇല്ല. ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഞാൻ കൊണ്ടുവന്ന കേസായതുകൊണ്ട് ഭംഗി വാക്ക് പറയണമെന്ന് വിചാരിക്കരുത്. ആ കോളനിയിൽ ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. എന്തെങ്കിലും കൊടുത്തു വിട്, അല്ലെങ്കിൽ അവിടെ ഒന്ന് കരഞ്ഞോണ്ടിരിക്കും. ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? അളിയോ, തമ്പിളിയോ, ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? കൊള്ളാം മോനെ, നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നു. മാമനോടും തോന്നല്ലേ?
കുഞ്ഞുനാളിലെ ഫോട്ടോവാ, അത് വെച്ചാൽ കണക്കൂട്ടിയാ മതി. ഇപ്പൊ കണ്ടാ എങ്ങനെ ഇരിക്കും? ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്? ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. அப்பு என்ன அடி இது? நம்ம மதுரை அடி கிடைக்காதா? ஆமாத்தே, டேய் அடின அடி எப்படி அடிக்கணும் தெரியுமா? யாரிவளோ கண் தேடியதோ காத்திருந்த என் காதலியோ கண்களுக்குள் தென்றலிதோ பார்த்ததுமே மின்சாரமிதோ என் செல்ல குட்டியே என் கண்ணின் மணியே நீ காட்டும் கோபம் காதல் என்று உன்னை கட்டி அழைக்க ஒரு முத்தம் கொடுக்க என் நெஞ்சம் தவிக்க It's you and your world and I'm caught in the middle. I cut the edge of the knife and it hurts just a little. And I know, and I know, and I know, and I know that I can't be your friend. It's my head on my heart and I'm caught in the middle. My hands are tied but not tight enough. You're the high that I can't give up. Oh, Lord, here we go. I might hate myself tomorrow, but I'm on my way tonight. At that bottom of the bottle, you're the poison in the wine. And I know I can't change you, and I won't change. I might hate myself tomorrow, but I'm on my way tonight. Let's be lonely together.
അവൻ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേ ഇന്ന്. ഉത്തമനായ മിശിഹ തിരുവുള്ളം ഉണ്മയെഴുന്നൾകണം. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആരാധനായേനും അമ്പൻ മിശിഹായും കൂടെ തുണയായി ഇവർക്ക്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പോയതുമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെ സ്വന്തം വംശത്തിൽ നിന്നും ഭാര്യയെ അന്വേഷിച്ച് പുറപ്പെട്ട അബ്രാഹത്തിന്റെ ദാസനെ അനുഗമിച്ച് ആശീർവദിച്ച കർത്താവേ, വിവാഹവാഹനത്തിനായി യാത്ര തിരിക്കുന്ന നിന്റെ ദാസിയെ കൃപാപൂർവ്വം കടാക്ഷിക്കണമേ. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും പരസ്പര സഹായത്തിനുമായി പുരുഷനെയും സ്ത്രീയെയും കൂട്ടി യോജിപ്പിച്ച ദൈവമേ, തിരുമുമ്പിൽ ഈ നിമിഷം കാരുണ്യ യാചിച്ചു നിൽക്കുന്ന ഈ ദാസിയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് നടക്കാൻ പോകുന്ന വാഗ്ദാനത്തിന് അനുസൃതമായി വിശ്വസ്തതാപൂർവ്വം ജീവിക്കാൻ കൃപ നൽകണമെന്ന് നിത്യനായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് യാചിക്കാം. എന്റെ ജനമായ ഇസ്രായേലിനോട് കരാറുണ്ടാക്കുകയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് കാണിക്കുകയും ചെയ്ത കർത്താവേ, ഈ വിവാഹ വാഗ്ദാനം വഴി വിശ്വസ്തയിലും ദൈവ പരിപാലനത്തിലും വിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ വാഗ്ദാനം വഴി വിവാഹത്തിലാകുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മക്കൾ ജിംസനെയും ബിൽസിമോളെയും സ്നേഹത്തിൽ വളരാനും അങ്ങേക്കെന്നും പ്രിയപ്പെട്ടവരായിരിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹബന്ധത്തിൽ ഏർപ്പെടാനായിരിക്കുന്ന രണ്ട് കുടുംബങ്ങളെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മളോടെ. നമ്മുടെ പിതാക്കന്മാർ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നിരന്തരം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. യോബ്യാസിനെയും സാറായെയും സംരക്ഷിച്ച കർത്താവ് നിന്നെയും സംരക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. അവിടെ നിന്ന് ഞാൻ വേദന കിടിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവൽ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിലവ് കീഴെ നിനക്ക് ആഭ്യം ലഭിക്കും. അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചയും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകപ്പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും അട്ടിച്ചുരുക്കി വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അതിൽ നിന്ന് നീ വാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴിയിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ നിന്നോട് ഒട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയെ ഞാൻ അവനോട് ചേർന്നിരിക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. Your name on high, Lord, I love to sing your praises. I'm so glad you're in my life. I'm
so glad you came to save us. You came from heaven to earth To show the way from the earth to the cross. my debt to pay. From the cross to the grave, from the grave to the sky. Lord, I lift your name on high. Lord, I lift your name on high. Lord, I love to sing your praises. I'm so glad you're in my life. I'm so glad you came to save us. You came from heaven to earth to show the way from the earth to the cross. My debt to pay. From the cross to the grave, from the grave to the sky. Lord, I lift your name on You came from heaven to earth to show the way from the earth to the cross. My debt to pay. From the cross to the grave, from the grave to the sky. Lord, I lift your name on high. You came from heaven to earth to show the way from the earth to the cross. My debt to pay. From the cross to the grave, from the grave to the sky. Lord, I lift your name on ഇന്ന് വിവാഹം വഴി കുടുംബജീവിതമാണ് അന്തസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഞങ്ങളുടെ ഒരേ സുഹൃത്തുമായിരിക്കുന്ന ഏറെ സ്നേഹപൂർവ്വങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. നമുക്കറിയാം താരതമ്യേന ലളിതമായ ചടങ്ങാണ് നമ്മുടെ ശുശ്രൂഷകൾ എന്ന് വെച്ചാൽ ഗൗരവവും നമ്മുടെ എഴുതാൻ പോകുന്ന വലിയ ദൗത്യത്തിൻ്റെ മുന്നിലും അതുതന്നെ നമുക്ക് ഏറെ ഗൗരവത്തോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കുക. ഇവിടേക്ക് കടന്നുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ രണ്ട് കരകൾ തമ്മിൽ നാടുകൾ തമ്മിൽ ഈ ഒരു കാര്യം ക്രമത്തിലൂടെ ബന്ധത്തിലാകും. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന് പരിചയപ്പെട്ടവരെ പരിചയപ്പെടുകയോ നിങ്ങളുടെ സ്ഥാപിച്ചു പോകുന്നതിനാണ് കൂടിയായിട്ട് ഇന്ന് ഈ ദേവാലയത്തിലേക്ക് നമ്മുടെ കടന്നുകൊണ്ട് മറ്റൊരു ലക്ഷ്യവും ഉദ്ദേശവും നമുക്കില്ല. ഈ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇവരെ എഴുതുവാൻ പോകുന്ന വലിയ ദൗത്യത്തിന് എല്ലാവരുടെ പ്രാർത്ഥന ആശംസകളും നേടുകയും പിന്തുണ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പരിചയപ്പെടുന്നതൊക്കെ അതിനുശേഷം വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ചടങ്ങുകളുടെ മുഴുവൻ സമയവും എല്ലാവരും പ്രാർത്ഥനയിലായിട്ട് ആയിരിക്കുവാനായിട്ട് പ്രത്യേക ശ്രദ്ധിക്കുക. അച്ഛന്മാരെ ശുശ്രൂഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഉത്തമനായ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിലെ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദ്യ മനുഷ്യനെ പുരുഷനും സ്ത്രീകളുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്ക് മനുഷ്യരും നിലനിൽപ്പിനും വേണ്ടി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റെബേക്കായെ അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ നടന്നിരിക്കുന്ന ഈ ദാസരായ ജിൻസിനെ സഹോദരമനസ്സോടെ സന്തോഷത്തോടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ ജിൻസിനെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുകയും ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കി കർത്താവേ, വിവാഹ വാഗ്ദാനത്തിൽ നടന്നിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ജനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നു. അകൃത്യത്തിൽ നിന്ന് നന്മ ചെയ്യുവേ, സമാധാനം തേടി അതിനെ പിന്തുടരുവേ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കി കർത്താവേ, വിവാഹ വാഗ്ദാനത്തിൽ നടന്നിരിക്കുന്ന ജിൻസിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതെല്ലാം കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു ഒളിയൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനയാം സർവേശ, പരിപാവനയാം ബലവാനേ, പരിപാവനയാം അമർത്യേ, കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി. അങ്ങയുടെ ജീവനായികമായ കൽപ്പനയുടെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴിയായ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും
നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനങ്ങളിൽ നിന്നും വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ്, അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിന്തുടർന്ന ദേശം അവകാശമാകും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും വിധാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങൾ കൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. പിതാവിന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും പരിമിതമായി ഇവർക്ക് നൽകണമേ. ഇവരെ സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ ശരിയായവോടും മനസ്സോടും സമത്വം കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്പരം പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുമ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത് രണ്ടുപേരും ചോദിക്കുമ്പോൾ ഞാൻ വാഗ്ദാനം ചെയ്യുന്നത് ഓരോരുത്തരും പറയും. ജനിസം വിശുദ്ധാത്മാവോ തിരുസഭ നടപടികളനുസരിച്ച് വിവാഹമെന്ന കൂദാശയോടെ ബെൽസിയത്തിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുമ്പോൾ വിശുദ്ധ നിയമവും തിരുസഭ നടപടികളനുസരിച്ച് വിവാഹമെന്ന കൂദാശയോടെ ജനിച്ചനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുമ്പോൾ വിവാഹവാഗ്ദാനം നടത്തിയാകളെ വിശുദ്ധിക്കുകയും ശാസ്ത്രജ്ഞയും വിവാഹം നിറവേറ്റുവാനുള്ള സഹായിക്കുകയും ചെയ്യട്ടെ. ഉടമ്പടികൾ ചെയ്യുന്നവനും അവയെ വിശ്വസ്തയോടെ പാലിക്കുവാനും പാലിക്കാൻ സഹായിക്കുന്നതിനുമായ ഭർത്താവേ, നിന്റെ ദാസരക്ഷകൾ ഈ ഉടമ്പടിയെ സ്വീകരിക്കണമേ. ഇപ്പോൾ വിവാഹവാഗ്ദാനം പൂർത്തിയാക്കാൻ നിന്റെ ദാസരായ ജിൻസനെ അവരുടെ കാരണവരായവരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. എന്റെ പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ ഞങ്ങളുടെ കാരുണ്യത്തിന്റെ വരങ്ങേറ്റണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ യേശുവിന്റെയും ഞങ്ങളുടെ പിതാവായ തോമാശ്രീഹരുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും ദൈവത്തിന്റെ പ്രവാചകങ്ങൾ ചെയ്ത ഈ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാവുകയും കരുണയാൽ പൂർത്തിയാകുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും
മനസ്സിലേക്കെങ്കിലും മുദ്രിതമാകട്ടെ. ഇഷ്ടമായ പ്രാർത്ഥനയോ ആത്മീയമായ വാങ്ങുന്നവർക്ക് ഭാഷിക്കാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹിതരുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ദുർഘടത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി മാറാട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും എപ്പോഴും എപ്പോഴും എന്നേക്കും. Stars and the lights, I heard the loudest noise. A gunshot on the floor. Oh, oh. I look down and my shirt is turning red. I'm spinning round. Felt her lips on my neck and her voice in my ear, like I missed you, want you tonight. Straight through my heart. Gunshot on the floor. Oh, oh. Straight through my heart. Got me, I can't stop the bleeding. Oh, straight through my heart. Soldier down, shot me. I just can't believe it. Oh, no,
ബിൽസിമോളുടെ ജിൻസൻ്റെയും വിവാഹ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി അവരെ നമ്മൾ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് അവരെ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളെ ഈ സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സ്റ്റേജിൽ നിൽക്കുന്ന ഇവരെ എല്ലാവരും നമുക്കൊരു പരിചയം കാണും. ജിൻസൻ്റെ പപ്പായും മമ്മിയും സഹോദരൻ്റെ ഭാര്യയുമാണ് നിൽക്കുന്നത്. ഇത് ബിൻസിയുടെ പപ്പായും സഹോദരനും ഭാര്യയുമാണ്. നാല് വൈദികരുണ്ട്. ബഹുമാനപ്പെട്ട ഷിജു അച്ഛൻ നമ്മുടെ ജിൻസൻ്റെ കസിൻ ബ്രദറാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ തോമസ് കാച്ചനോലച്ചൻ, അതുപോലെ തണ്ടാശ്ശേരിയിലെ ജയപ്രനച്ഛൻ, എൻ്റെ റിയാലോ പ്രജി തണ്ടാശ്ശേരിൽ. നമുക്ക് ജിൻസൻ്റെയും ബെൽസിമോളുടെയും ഇന്ന് വിവാഹ വാഗ്ദാനം നടത്തിയ അവസരത്തിൽ ദൈവം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപ ഇവർക്ക് ലഭ്യമായി തരുന്നതിന് വേണ്ടിയാണ്. ആ കൃപ ധാരാളം ലഭിക്കുന്ന ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടതുപോലെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ജീവിതം പടുത്തുയർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപ ഇവർക്ക് ലഭ്യമായി തരുന്നത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ സായം സന്ധ്യയിലാണ്. സന്ധ്യ നമസ്കാരം ചൊല്ലിക്കൊണ്ടും നമ്മുടെ പൂർവികരെ പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ടും ഒപ്പം ഇന്ന് നമുക്കറിയാം നവംബർ 2-ാം തീയതി സകല മനുഷ്യരുടെ തിരുനാളാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ സകല ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ടും ഒക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നിമിഷം നമസ്കാരം ചൊല്ലിക്കൊണ്ടും പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പരിശുദ്ധ മറിയത്തോട് വചിച്ച് പരിശുദ്ധാത്മാവിനെ മറികൾ പ്രതിരിച്ച് നന്മ തുറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവെങ്കിൽ കൂടി സ്ത്രീകളിൽ നിരീക്ഷിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ നിരീക്ഷിക്കപ്പെട്ടവനാകുന്നു. ദാസന്റെ വചനം പോലെ നിലാട്ടെന്ന് പറഞ്ഞു പറയുമേ സ്വസ്ഥീകർത്താവെങ്കിലൂടെ സ്ത്രീകളിൽ നിരീക്ഷിക്കപ്പെട്ടവനാകുന്നു. ദുരിതത്തിന് ഫലമായി ഈശോ നിരീക്ഷിക്കപ്പെട്ടവനാകുന്നു. വചനമാംസമായി നമ്മുടെ വസിച്ചെന്ന് പറഞ്ഞു പറയുമേ സ്വസ്ഥീകർത്താവെങ്കിലൂടെ സ്ത്രീകളിൽ നിരീക്ഷിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ നിരീക്ഷിക്കപ്പെട്ടവനാകുന്നു. യേശുവിന്റെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വരമാലകൾ സന്ദേശത്തെ അങ്ങയുടെ പുത്രനായ യേശുവിന്റെ മനുഷ്യരോട് തറഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പിതാനുഭവ ഗുരുശുഭനമകനീർപ്പിന്റെ മഹിമയെ പ്രാപിക്കുകയും ചെയ്യണം. നടത്താവായ യേശുവിശേഖ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ഈശ്വരത്തിന് പരിശുദ്ധ ഹൃദയമേ ഈശ്വരത്തിന് പരിശുദ്ധ ഹൃദയമേ ഈശ്വരത്തിന് പരിശുദ്ധ ഹൃദയമേ പിതാവിനും പരിശുദ്ധാത്മായ ദൈവം ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേ മഹത്വപ്രദം ചെയ്യുന്നു. ഇന്ന് സഭ ഞങ്ങൾക്ക് നൽകുന്ന സകല വിശ്വാസത്തോടെയും ഓർമ്മിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് വീഴ്ച സമർപ്പിക്കുകയും അതോടൊപ്പം ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും മരണമടഞ്ഞു പോയ കുടുംബാംഗങ്ങളെല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് ഈ മംഗളകർമ്മത്തിന് സാക്ഷികളായി തീരുകയാണ്. ധാരാളമായി ദൈവാനുഗ്രഹം നൽകി ഭാവിയിൽ ആരംഭിക്കാൻ പോകുന്ന ഇവരുടെ കുടുംബജീവിതം എല്ലാവരും ദൈവാനുഗ്രഹപ്രദമായി തീരാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുടുംബജീവിതത്തിൻ്റെ കാവൽക്കാരനായ വിശുദ്ധ യോസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥീകർത്താവെങ്കിൽ കൂടി സ്ത്രീകളിൽ നിരീക്ഷിക്കപ്പെട്ടവളാവുന്ന ഫലമായി ഈശോ നിരീക്ഷിക്കപ്പെട്ടവനാകുന്നു. നമ്മളവിടുത്തെ ആവശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവർക്കും ഈശോ വിണ്മീൻ വിതയിൽ
കേട്ട് മലരെ തലയാട്ട് മഴലേ മൊഴി പോലെ മനതിൽ ഒരു പാട്ട് ഇനി നീയും നാനും ഒന്നായി சேர்ந்தாൽ காதல் இரண்டு எழுத்து விண்மீன் விதையில் நிலவாய் முளைத்தேன் பெண்மீன் விழியில் என்னையே தொலைத்தேன் மழையின் இசை கேட்டு மலரே தலையாட்டு மழலை மொழி போல மனதில் ஒரு பாட்டு இனி நீயும் நானும் ஒன்றாய் சேர்ந்தால் காதல் இரண்டு எழுத்து விண்மீன் விதையில் நிலவாய் முளைத்தேன் பெண்மீன் விழியில் என்னையே தொலைத்தேன் நான் பேசாத மௌனம் எல்லாம் உன் கண்கள் பேசும் உன்னை காணாத நேரம் என்னை கடிகாரம் கேட்கும் மணல் மீது தூரும் மழை போலவே மனதோடு நீதான் நுழைந்தாயடி முதல் பெண்தானே நீதானே எனக்குள்ளானே சேர்ந்தால் காதல் இரண்டு எழுத்து മൈലാഞ്ചിയുടെ കർമ്മങ്ങൾ നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായിട്ട് മംഗലധാമിൽ നിന്ന് വന്ന ജിസന്റെ കുടുംബാംഗങ്ങൾ ഇവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്.
അപ്പോൾ അവരെ നമ്മൾ യാത്രയാക്കുകയാണ്. നമ്മുടെ ജ്ഞാനായ പാരമ്പര്യം അനുസരിച്ച് അവർക്ക് യാത്ര പോരാ, പിതാവിൻ്റെ വിഹിതം ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു അവസരമാണിത്. അതിനു വേണ്ട അവകാശികളെ ഞങ്ങൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ വിവാഹം 9-ാം തീയതി എന്നുള്ള കാര്യം എല്ലാവരും ഒന്നുകൂടി ഓർക്കുക. അടുത്ത 9-ാം തീയതിയാണ് വിവാഹം. നമുക്ക് ഈ മംഗളകർമ്മം ആരംഭിക്കാം. നമുക്കറിയാം, മൈലാഞ്ചിടിയിൽ നമ്മുടെ സാമുദായികമായ ഒരു ആചാരമാണ്, നമ്മുടെ ഗ്രാനായ സമുദായം. മൈലാഞ്ചിടിയുടെ പ്രസക്തി നമുക്ക് എല്ലാവർക്കും അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആശംസ, പൂർവികരിൽ നിന്നും, അതായത് അവരുടെ കുടുംബത്തിലെ പ്രായം ചെന്ന അമ്മമാരിൽ സ്ത്രീജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആശംസയും ഒരു അനുഗ്രഹവുമാണ്. അതോടൊപ്പം മൈലാഞ്ചി സൂചിപ്പിക്കുന്നത് പ്യൂരിഫിക്കേഷൻ, അതായത് വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട്, തീർത്തും വെർജിനായ ഒരു വ്യക്തിയായിട്ടാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ മംഗളകർമ്മം. നമുക്കേറെ നമ്മുടെ സാമുദായികമായ ഒരു പ്രാർത്ഥനാ ഗാനമുണ്ടല്ലോ, മാർത്തോമൻ നന്മയുള്ള പ്രാർത്ഥനാ ഗീതം. അത് സൂചിപ്പിക്കുന്നത് നമുക്ക് ക്രൈസ്തവ വിശ്വാസം പകർന്ന വിശുദ്ധ മാർ തോമാശ്ലീഹയെ അനുസ്മരിച്ചുകൊണ്ടാണ്. തോമാശ്ലീഹയോട് നമുക്ക് ലഭിച്ച ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട്, ആ വിശ്വാസത്തിൽ അനുദിനം നമ്മളെല്ലാവരും വളർന്നു വരുന്നതിന് വേണ്ടി ഭാവിയിൽ ഇവരാരംഭിക്കുന്ന ജിൻസനും വിൽസിയും ആരംഭിക്കുന്ന കുടുംബജീവിതം എല്ലാ വിധത്തിലും സന്തോഷദായകമായി തീരുന്നതിന് വേണ്ടിയുള്ള ഏക മാർഗം തമ്പുരാനായ യേശുനാഥൻ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിനാൽ കുടുംബത്തിലെ കാണുന്നവരുമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ പൈതൃകം എന്നും എവിടെയും അഭംഗരം പാർത്തുക പരിപാലിച്ച് ജീവിക്കാനുള്ള കൃപ നമുക്ക് ഇവർക്ക് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ മംഗളഗാനം ആലപിച്ച് നമുക്ക് ഈ മംഗളകർമ്മം ആരംഭിക്കുകയും ചെയ്യാം. എല്ലാവരും ഏറ്റുപറയുക. മാർത്തോമൻ നന്മയാലുന്നു തുടങ്ങുന്നു, നന്നായി വാരേണമേ ഇന്ന് ഉത്തമനായ മിശിഹ തിരുവുള്ളം ഉണ്മയേഴം നൽക വേണം. കന്ദീശനായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലക നായനും അൻപൻ മിശിഹായം കൂടെ തുണയ്ക്കായി ഇവർക്ക്. ും കൂടെ മലമേ
മണവാട്ടി പെണ്ണിന് ഉച്ചപ്പാട് കൊടുക്കട്ടെ. മണവാട്ടി പെണ്ണിന് ഉച്ചപ്പാട് കൊടുക്കട്ടെ. ക്രിസ്ത്യന്മാർക്ക് ഉച്ചപ്പാട് കൊടുക്കട്ടെ. മലങ്കര കുടിയേറുമതിനാലെ കൊമ്മൻ തീനാനെന്ന ദേഹം മുതിർന്നവാറെ മെയ്യെ രാജമക്കളെണ്ണൻപത് കൂടിപ്പൂകിന്ത കുടിയാരുത്തമരാകുമീ വന്നാലു നൂറും കാസോലിക്കയരുളാലെ കപ്പൽ പൂകിന്ത മെയ്യെ വന്ന പരദേശി കൊടുങ്ങല്ലൂർ പൂകിന്ത ചിരകൂനെ കണ്ടു പരിശാദികമ പൊന്നും കവിളം മുത്തം വെച്ചു രാജ്യം കൊണ്ടാരെ മെയ്യെ വന്നു പൊഴുതു തീർന്നു മുതിർന്നു കാര്യം കണ്ടാരെ മെയ്യെ ചൂലി പാലിൽ പേരുമകൾ തെളിഞ്ഞിരിപ്പാൻ കൊടുത്താർ പദവികൾ പഞ്ചമേളം 18 കൊമ്പും കുഴലാലവട്ടം ശംഖും വിധാനം മെയ്യെ പൊന്മുടിയും മറ്റും നല്ല ചമയമെല്ലാം പദവികൾ പാവാട പകൽ വിളക്കും രാജവാദി ഞങ്ങളേഴും കുരവമൂന്നും മെയ്യെ കൊട്ടും കുരവയും നല്ല അലങ്കാരമെല്ലാം മെയ്യെ ഇഷ്ടത്തോടെ കൊളുത്തി അങ്ങരജനും മെയ്യെ എന്നിവയെല്ലാം വാങ്ങിക്കൊണ്ടാൻ കൊമ്മൻ കീരാനും മെയ്യെ ചേർച്ചയാൽ കുറിച്ചെടുത്ത ചെപ്പേടും വാങ്ങി ആരും അറിയാതെ
നിന്നോട്